പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്കും രണ്ട് ലക്ഷ്യമാണുള്ളത്. ഒന്ന്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഓട്ടം തേക്കണം. രണ്ട്, നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ തേക്കണം. ഒരുപക്ഷെ നാമും ഒരു ക്രിസ്തീയ പോർക്കളത്തിലാണ് ആയിരിക്കുന്നത്. നമ്മളെ കൂടെ ഓടുവാൻ ഒട്ടനവധി വ്യക്തികളുണ്ടാവും, സഹപ്രവർത്തകരുണ്ട്, നമ്മുടെ കൂടെ ഓടുന്നവരുണ്ട്, സഹപാഠികളുണ്ട്, ഒക്കെയുണ്ട്. എപ്പോഴും ഓട്ടം തേക്കണം, ലക്ഷ്യത്തിലെത്തിയോ എന്നാണ് പ്രധാനം. ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ ഓടി മുന്നിലെത്താൻ കഴിഞ്ഞില്ലെന്നിരിക്കാം, എങ്കിലും ലക്ഷ്യമാണ് വലുത്. ലക്ഷ്യത്തിലെത്തുമ്പോഴാണ് നമ്മുടെ ഓട്ടം പൂർത്തിയാകുക. രണ്ട്, നമ്മുടെ ശുശ്രൂഷ തേക്കണം. ഒരുപക്ഷെ നാമും ഈ ലോകത്തിലായിരിക്കുമ്പോൾ മറ്റുള്ളവരെ പോലെ കഴിവില്ലായെന്ന് വരാം. ഇവിടെ പാസ്റ്റർ പോലെയോ ശ്രീവേണ്ട പോലെ പാസ്റ്റർ പോലെയോ ഒന്നും ഇവിടെ വന്ന് ഘോരഘോരം പ്രസംഗിക്കുവാനോ ഒരു സഭയെ ലീഡ് ചെയ്യാനോ ഒന്നും കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷെ നിങ്ങളിലും ഒരു താല്ലുന്നുണ്ട്. ഒരുപക്ഷെ ഞായറാഴ്ച രാവിലെ വന്ന് ഈ സഭയിൽ കസാര നിരത്തുന്നതായിരിക്കാം, പായിടുന്നതായിരിക്കാം നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ. ഒരുപക്ഷെ ഒരു അഭിഷക്തനെ വെള്ളം എടുത്തു കൊടുക്കുന്നതായിരിക്കാം ശുശ്രൂഷ. എന്ത് തന്നെ ആയാലും ആ ശുശ്രൂഷ തേക്കുമ്പോഴാണ് ക്രിസ്തു നമ്മളിൽ പ്രസാദിക്കുന്നത്. അത് ഭൗതിക ജീവിതത്തിലായിക്കോട്ടെ, ക്രിസ്തീയ ജീവിതത്തിലായിക്കോട്ടെ, ഏത് മേഖലയിലായാലും നമുക്ക് തന്ന താലന്ത് ഒരുപക്ഷെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാനൊന്നും നമുക്ക് താലന്തുകൾ ഇല്ലെന്ന് വരാം. പക്ഷെ ഏറ്റവും ചെറിയ താലന്തുകളാണെങ്കിലും ആ ശുശ്രൂഷ തേക്കുമ്പോഴാണ് ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത്. പ്രവർത്തകരായ സഹപ്രവർത്തകരായ നമുക്കും അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഓട്ടം തേക്കണം, നമ്മുടെ ശുശ്രൂഷ തേക്കണം. ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു രണ്ട് സംഭവങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താം. 1969 മെക്സിക്കോയിൽ ഒരു ഒളിമ്പിക്സ് നടന്നു. വളരെ പ്രസിദ്ധമായ ഒളിമ്പിക്സ് ആയിരുന്നു 1969 മെക്സിക്കോ ഒളിമ്പിക്സ്. മെക്സിക്കോ ഒളിമ്പിക്സിലെ ഒരു പ്രധാന ഐറ്റമാണ് മാരത്തോൺ ഓട്ടം. നമുക്കെല്ലാവർക്കും അറിയാം, മാരത്തോൺ ഓട്ടം വളരെ ശ്രദ്ധേയമായ ഓട്ടം. ലോകം മൊത്തം വളരെ ആകർഷിച്ച് ഉറ്റുനോക്കുന്ന, ശ്രദ്ധയോടെ നോക്കുന്ന ഒരു മത്സരമാണ് മാരത്തോൺ മത്സരം ഒളിമ്പിക്സിലെ. എല്ലാ വർഷവും മുൻവർഷങ്ങളിൽ കെനിയയിൽ നിന്നുള്ളവരാണ് അതിന് സമ്മാനം മേടിക്കൊണ്ടിരിക്കുന്നത്. മെക്സിക്കോ ഒളിമ്പിക്സിൽ മാരത്തോൺ ഓട്ടത്തിന് ആ വർഷം ടാസ്മാനിയ എന്ന ഒരു ആഫ്രിക്കൻ രാജ്യത്തിൽ നിന്ന് ഒരു വ്യക്തി പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ പേര് ജോൺ സ്റ്റീഫൻ എക്വാരി എന്നാണ്. ദീർഘവർഷങ്ങൾ അദ്ദേഹത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് ആഫ്രിക്കൻ രാജ്യമായ ടാസ്മാനിയ അദ്ദേഹത്തെ പ്രാക്ടീസ് ചെയ്തു, അദ്ദേഹത്തെ പങ്കെടുപ്പിക്കണം. അദ്ദേഹത്തിന്റെ കഴിവിൽ ടാസ്മാനിയ എന്ന രാജ്യം വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം വളരെ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന് മാരത്തോൺ ഓട്ടത്തിൽ കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷ. ലോകം മൊത്തം ഉറ്റുനോക്കിയ ഒരു കായിക താരമായിരുന്നു ജോൺ സ്റ്റീഫൻ എക്വാരിയ. അങ്ങനെ 1969 മെക്സിക്കോ ഒളിമ്പിക്സിൽ ടാസ്മാനിയ എന്ന രാജ്യം ജോൺ സ്റ്റീഫൻ എക്വാരി എന്ന വ്യക്തിയെ മാരത്തോൺ ഓട്ടത്തിന് പങ്കെടുപ്പിക്കുകയാണ്. അങ്ങനെ മാരത്തോൺ ഓട്ടം തുടങ്ങി. ജോൺ സ്റ്റീഫൻ എക്വാരി ഓട്ടം ആരംഭിച്ചു. ഒത്തിരി ദൂരം മുന്നോട്ട് അദ്ദേഹം ഓടി. പക്ഷേ ജനമെല്ലാം കൈയടിച്ചു. മുന്നിൽ ജോൺ സ്റ്റീഫനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ജനം നോക്കുമ്പോൾ ജോൺ സ്റ്റീഫനെ മുന്നിൽ കാണുന്നില്ല. കാണികളൊക്കെ ശ്രദ്ധയോടെ നോക്കുമ്പോൾ ജോൺ സ്റ്റീഫൻ കുറെ നേരം നോക്കിയിട്ടും കാണുന്നില്ല. കെനിയക്കാർ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് ഓടുകയാണ്. ജനം ഓഡിയൻസ് ഒന്നും കൂടി ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ട്രാക്കിലൂടെ ഒരു വ്യക്തി ഇഴഞ്ഞു നീങ്ങുകയാണ്. അത് ജോൺ സ്റ്റീഫൻ ആയിരുന്നു. അങ്ങനെ മാരത്തോൺ ഓട്ടം തുടർന്നു, മുന്നോട്ട് പോയി മാരത്തോൺ ഓട്ടം അവസാനിക്കുകയാണ്. മറ്റുള്ള രാജ്യക്കാർ സമ്മാനാർഹരാകുകയാണ്. അപ്പോഴും മാധ്യമ പ്രവർത്തകരും ജനങ്ങളും നോക്കുമ്പോൾ ട്രാക്കിലൂടെ ഒരു വ്യക്തി ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ്. ജനമെല്ലാം പോയി, മാധ്യമപ്രവർത്തകരൊക്കെ ഓടിപ്പോയി ജോൺ സ്റ്റീഫനോട് ചോദിക്കുകയാണ്, ജോൺ സ്റ്റീഫൻ, മത്സരം കഴിഞ്ഞു, നിങ്ങൾ എന്തിനാണ് പിന്നെയും ഈ ട്രാക്കിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നത് ചോദിക്കുകയാണ്. അപ്പോൾ ജോൺ സ്റ്റീഫൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, എന്റെ രാജ്യം വളരെ പ്രതീക്ഷയോടെയാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. 17 കിലോമീറ്ററുകൾ പിന്നിട്ടപ്പോൾ എന്റെ കാലുകൾ ഇടഞ്ഞ് ഞാൻ നിലത്ത് വീണു. ഈ ടാസ്മാനിയ എന്ന രാജ്യത്തേക്കാളും താപനില വ്യത്യാസമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് എയർ ബാലൻസ് നഷ്ടപ്പെട്ട് നിലത്ത് വീഴുകയാണ് ഉണ്ടായത് എന്ന് അദ്ദേഹം പറയുകയാണ്. എങ്കിലും 5000 കിലോമീറ്ററുകൾക്ക് അപ്പുറം എന്റെ രാജ്യം ഇവിടെ എന്നെ അയച്ചിരിക്കുന്നത് ലക്ഷ്യത്തിലെത്താതെ തിരിച്ചു പോകാനല്ല, മറിച്ച് ലക്ഷ്യത്തിലെത്തി തിരിച്ചു പോകാനായി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ ലക്ഷ്യ പോയിന്റ് വരെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു വാർത്തയാണ് മാധ്യമപ്രവർത്തകർ കിട്ടിയത്.